നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ നമുക്ക് പഴയ നമ്മുടെ മണിക്കുട്ടൻ്റെയും കല്യാണിയുടെയൊക്കെ ഓർമ്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അത് നമ്മുടെ ചാനൽ കണ്ട ഒരു സുഹൃത്ത് ഞങ്ങൾക്ക് 2 പുതിയ അരുമകളെ തന്നു. കുഞ്ഞുങ്ങളാണ്, കണ്ണ് വിരിഞ്ഞതേ ഉള്ളൂ. ഒരാൾ ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷമാണ് കണ്ണ് പൂർണ്ണമായിട്ട് വിരിഞ്ഞത്. ഞങ്ങൾക്ക് ഓമനിക്കാനും താലോലിക്കാനും ഒക്കെ ആയിട്ട് 2 പേരെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മണിക്കുട്ടൻ പോയപ്പോഴും കല്യാണി പോയപ്പോൾ മണിക്കുട്ടൻ പോയപ്പോഴും നമ്മുടെയൊക്കെ പറയാൻ നമുക്ക് എല്ലാവർക്കും വിഷമമായിപ്പോയി. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കും എല്ലാവർക്കും വിഷമമായിപ്പോയി. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാ അവർക്കും അത് കണ്ടപ്പോൾ ഒരു വിഷമം, നമ്മുടെ വിഷമം കണ്ടപ്പോൾ അങ്ങനെ അവർ ഞങ്ങൾക്ക് തന്നതാണ് വിളിച്ച്. അവർ നേരത്തെ പറഞ്ഞായിരുന്നു ഇതുപോലെ അത് മുട്ട ഇടുന്ന സമയത്ത് ഞാൻ 2 കുഞ്ഞിനെ തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞത്. 2 മുട്ടയിട്ടുള്ളൂ, 2 വിരിഞ്ഞു. ആ 2 പേരെയും ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾക്ക് ഒരെണ്ണത്തെ തരത്തുള്ളൂ എന്നാണ് വിചാരിച്ച്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞ് 2നെ എടുത്തോളാൻ പറഞ്ഞു. ഏതാണ്ട് 7,000-8,000 രൂപ വിലയുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കൂടെ ജോഡിക്ക്. അതിൻ്റെ ബ്രീഡ് ഞാൻ പറയാം. അപ്പോൾ അവരെ നിങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ ഓമനത്തങ്ങളും രാവിലത്തെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മുടെ ഇവാനും കുഞ്ഞനും അവരെ ഒന്നും ചെയ്യത്തില്ല. അവരിങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. ഇവരെ ഇങ്ങനെ അത്ഭുതമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓടി അങ്ങ് പോകും. അവർക്കങ്ങനെ പേടി, ഇവർക്കും അങ്ങനെ പേടിയൊന്നും ഇല്ല. ഇവാനെയും കുഞ്ഞിനെയും മണിക്കുട്ടനും അങ്ങനെ തന്നെയായിരുന്നു വളർത്തിയെടുത്തത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്കറിയാം. പക്ഷെ വെളിയിലാണെങ്കിൽ ഒരു കിളിക്കുഞ്ഞോ കിളിയോ കണ്ട അപ്പം ഇവരിങ്ങനെ ഉന്നം വെച്ചിരിക്കും, ലക്ഷ്യമിട്ട് ഇങ്ങനെ ഇരിക്കും പിടിക്കാൻ വേണ്ടി. പക്ഷെ ഇവരുടെ അടുത്ത് അങ്ങനെ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ അതിനെ ലാളിക്കുന്നതും അതിന് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായി കാണും നമ്മുടെ ആണെന്നുള്ളത്, നമ്മുടെ വീട്ടിലാന്നുള്ളതുകൊണ്ട്. അതെ അതെ. എന്നിട്ട് അവരെ ഇപ്പം അവരുമായിട്ട് ഞങ്ങളെ ഇണക്കിയാണ് വളർത്തുന്നത്. അവരുടെ മുന്നിൽ ഞങ്ങൾ വെച്ച് നമ്മുടെ കൈ വെച്ച് അവരുടെ മണമൊക്കെ അവരെ മനസ്സിലാക്കിച്ച് അങ്ങനെ അവർ വന്ന് മണത്തൊക്കെ നോക്കും. മണത്തൊക്കെ നോക്കിയിട്ട് അവരങ്ങ് തിരിച്ചു പോകും. എങ്കിലും നമ്മൾ വളരെ കെയറായിട്ടാണ് അവരെ സംരക്ഷിക്കുന്നത്. അപ്പം ഞങ്ങൾ അവർക്കിട്ട പേരെന്തുമായിരുന്നു? പാത്തു. 2 പേർക്കും ഒറ്റ പേരായിട്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ പേര് മാറി മാറി വിളിക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവത്തില്ല ആരാണ്. ഇവര് വളർന്നു വരുമ്പോൾ ഒരുപോലെ ഇരിക്കും. അപ്പം നമുക്ക് അറിയത്തില്ലല്ലോ പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് പാത്തുന്ന് 2 പേർക്കും അങ്ങ് കിട്ടും. 2 പേർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പാത്തു കുഞ്ഞുങ്ങളെ നമുക്കൊക്കെ കാണാം. പക്ഷെ 2 ദിവസം പോലും എടുത്തില്ല. ഭയങ്കരമായിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളോടങ്ങ് ഇണക്കമായി അവർക്ക്. ഇപ്പം നമ്മുടെ കൈ വന്നിരിക്കും, മടി കയറി തന്നെ കയറിയിരിക്കും. ആ ചെറുതാണെങ്കിലും അതിൻ്റെ ആ ഒരു സ്നേഹം കാണണം. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ ഒരു പാവം തോന്നും. അവരുടെ മുഖവും ആ ഇരിപ്പും ഒക്കെ കണ്ടാൽ. എന്തായാലും അവർ നമ്മളോടൊപ്പം വളരട്ടെ. ഇവരെയെങ്കിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്തിയെടുത്ത് സ്നേഹത്തോടെ ഞങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 പേരും നല്ല വിശപ്പിലാണ് കണ്ടോ. എന്നെ കണ്ടാൽ ഇപ്പം ഇങ്ങനെ ഓടി വരും. ഇത് പെട്ടെന്ന് ഇണങ്ങുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ 2 അരുമകളെ കണ്ടോ. ഞങ്ങൾക്ക് വീണ്ടും സ്നേഹിക്കാനും ഓമനിക്കാനും താലോലിക്കാനുമായിട്ട് എത്തിയിരിക്കുന്ന 2 പേരാണ്. കണ്ടോ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാണേ. ഈ ഫുഡ് എന്തായിരുന്നു? ഇത് പെറ്റ് ലൈഫ് എന്ന് പറയുന്ന ഫുഡ്. ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു തുള്ളി ടോണിക്കുണ്ട്. കണ്ടോ, അടുത്ത ആളോട് ഓടി അമ്മയുടെ അടുത്ത് എത്തിയാലുണ്ടോ. 2 പേരും നല്ല മിടുക്കരായിട്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല ഓമനത്വമുള്ള 2 കുഞ്ഞുങ്ങളാണ്. ഒരാളുടെ ദേഹത്ത് ഒരു ചെറിയൊരു മുറിവുണ്ട്. അത് തന്നപ്പോഴേ ഉണ്ടായിരുന്നു. ചെറിയൊരു മുറിവുണ്ട്. ഇത് തറയിൽ ചാടി താഴെ അങ്ങനെ വീണാലോ എന്ന് വിചാരിച്ചാൽ നിലത്ത് വെച്ചാ കൊടുക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ എത്തിയിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസമായപ്പോൾ തന്നെ നമ്മളോട് ഇവർക്ക് നല്ല ഇണക്കമുണ്ട് കേട്ടോ. ഭയങ്കര ഇണക്കം. ഇപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കും. നമ്മളെ അടുത്തോട്ട് ഇങ്ങനെ തിരിച്ചു വരും. അവരിങ്ങനെ ഇപ്പം തന്നെന്ന് വെച്ചാൽ കണ്ണ് തുറക്കുന്നുണ്ടേ കണ്ടെങ്കിലേ നമ്മളുമായിട്ട് ഇവർ അടുക്കത്തുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം തന്നത്. എന്നാ 2 പേരുടെ കൊത്തുണ്ടാവുന്നേ. ഈ ഫുഡ് എന്തുവാ?
ഇത് പെറ്റ് ലൈഫ്. പൊടിയാണ്. പെറ്റ് ലൈഫിൻ്റെ പൊടി ഇത് നമ്മളെ ചൂടുവെള്ളത്തിലാണ്, തിളപ്പിച്ച വെള്ളത്തിലാണ് ഇതിനൊക്കെ മിക്സ് ആക്കുന്നത്. ഞങ്ങൾ ഇത് ഒരു തുള്ളി, ഒറ്റ തുള്ളി ഡ്രോപ്പ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഇങ്ങനെ കയ്യിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. തറയിൽ വെക്കുന്നതെന്ന് അങ്ങോട്ട് വലിയ വായിലെ കരയാൻ തുടങ്ങും. ഇപ്പം കയ്യിലിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ അനങ്ങാതിരിക്കും. ഇല്ലെങ്കിൽ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. കരച്ചില, ഭയങ്കര കരച്ചില എടുത്തില്ലെങ്കിൽ. പാത്തുവേ ഇവർക്ക് ഫുഡ് ആണെങ്കിലും ദഹനക്കേട് ഉണ്ടാകുന്ന കാരണം കുറേശ്ശെ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. നേരത്തെ അവരുടെ ഒരെണ്ണം ഇങ്ങനെ ദഹനക്കേടായിട്ട് ചത്തുപോയെന്ന് പറഞ്ഞു, ഒത്തിരി ഫുഡ് എന്ന്. അത് കാരണം ഞങ്ങൾ കുറേശ്ശെ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഒരു ദിവസം ഒരു 6 തവണ കൊടുക്കും. അത് കുറേശ്ശെ കൊടുക്കും, ടൈം വെച്ചാൽ കൊടുക്കുന്നത്. ഇതുവരെ കുഴപ്പമില്ല, ദൈവമേ ഇവർക്കൊന്നും കുഴപ്പമുണ്ടാകാതിരിക്കട്ടെ. കാരണം ഇപ്പം കണ്ണ് വിരിഞ്ഞിട്ട് നമ്മുടെ കൈ കിട്ടിയതല്ലേ ഉള്ളൂ. ഈ സമയം ഒരാടെ കണ്ണ് നമ്മുടെ കൈ വന്നിട്ടാണ് നല്ലപോലെ വിരിഞ്ഞത്. ഇത് എനിക്ക് തോന്നുന്നു ചെറുതായി ഇച്ചിരി. ഇത് പിന്നുണ്ടായതാണെന്ന് തോന്നുന്നു. ഇവന് ഇച്ചിരി വലുതായി. ഇനി ആണും പെണ്ണും ആണോ അതൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇവനെ ചെറുതാണ്, ഭയങ്കര കുസൃതി. ഞങ്ങളിങ്ങനെ പേപ്പറിനകത്താണ് ഇവരെ വെക്കുന്നത്. രണ്ടുപേരും വീട്ടിൽ കയറാൻ പോവുക. കാരണം നേരത്തെ എന്തോ ഈ അറക്കപ്പൊടിക്കകത്തൊക്കെ വെക്കുമായിരുന്നല്ലോ. ഇപ്പം പക്ഷേ അറക്കപ്പൊടിക്കകത്തൊക്കെ ചെറിയ ചെറിയ ജീവികളുണ്ട്. ഈ ഫംഗസ് വരുന്നുണ്ട് അറക്കപ്പൊടിക്കകത്ത്. അറക്കപ്പൊടിയല്ല, ഈ പ്ലെയിൻ ചെയ്തെടുക്കുന്ന തടിയുടെ പൊടിയില്ല. അപ്പം ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടായെങ്കിലോ എന്ന് വെച്ച് ഞങ്ങളത് പിന്നെ പേപ്പറാക്കി. ചൂടെ കഴിയുമ്പോൾ മാറ്റണം ഇവരെ. ഇതാ നല്ലത്, ഇതിനകത്ത് നല്ല ബെസ്റ്റ് പോലെ ഇരിക്കും. അതെ, അവർക്ക് ഇഷ്ടമാണ് ഇതിനകത്തിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ എടുക്കാൻ വേണ്ടി കാര്യം അവർക്ക് ഇങ്ങനെ കയ്യിൽ ഇരിക്കണം, ഭയങ്കര ഇഷ്ടമാണ് കയ്യിലിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നമ്മളുമായിട്ട് ഇവരങ്ങ് അടുത്തെന്നുള്ളതാണ്. ഇത് നമുക്ക് തന്നപ്പോഴേ ഉള്ളതായി. മുറിവ് എങ്ങനെ പറ്റുമെന്ന് അവർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കരിഞ്ഞു തുടങ്ങി. ഞാൻ ഓയിൽമെന്റ് ഇടുന്നുണ്ട്, അത് കരിഞ്ഞു തുടങ്ങി. ആ പാത്തുവേ എടുക്കാനാ